എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു ജാമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആപ്പിൾ ജാമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ജാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് 4 ആപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കറ പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിലിന് നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ 6 വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള ആപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്കൊരു 2 കപ്പ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആപ്പിളിൻ്റെ പുളിയുടെ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ മധുരം തീരുമാനിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ചെറിയതായിട്ട് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് തിക്കാവാൻ തുടങ്ങും. അപ്പോൾ ആ നേരം വരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ എടുക്കുള്ളൂ ഇതൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ അതവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പാകം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് അതിലേക്ക് ഇതേപോലെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമിൻ്റെ പാകം കറക്റ്റായിട്ടുണ്ട്. അതല്ല നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് വല്ലാതെ ഇങ്ങോട്ട് ഫ്ലോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കാവാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്യുകയാണ്. കുറച്ച് ലൂസ്, എന്നാൽ ഒത്തിരി ലൂസല്ല, ഈ ഒരു പാകത്തിന് ഓഫ് ചെയ്യുക. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ അതവിടെ നന്നായിട്ട് നമ്മുടെ ജാമൊക്കെ തണുത്ത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ചൂടാറിയ ശേഷമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു കുപ്പിയിലേക്ക് ആക്കി വയ്ക്കാം. അപ്പോൾ അതാ ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 1 മാസം വരെ ഇത് കേടാകാതെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ സ്പൂണൊക്കെ നല്ല വെറ്റായിട്ടുള്ള സ്പൂൺ തന്നെ എടുക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജാം കേടായിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്